KMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. KPCC പുനഃസംഘടന വൈകുന്നു, നേതൃത്വത്തിനെതിരെ അതൃപ്തി രൂക്ഷം. KPCC പുനഃസംഘടന അനിശ്ചിതമായി നീളുന്നതിൽ പാർട്ടിയിൽ അതൃപ്തി ശക്തം. പുതിയ നേതൃത്വത്തിലെ ചിലരുടെ താൽപര്യക്കുറവാണ് ഈ കാലതാമസത്തിന് പിന്നിൽ എന്നാണ് പ്രധാന ആക്ഷേപം. ഭാരവാഹികളെ നിയമിക്കാതെ പാർട്ടിയെ സ്വന്തം നിയന്ത്രണത്തിൽ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് പുനഃസംഘടന വൈകിക്കുന്നത് എന്നാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉയരുന്ന വിമർശനം. KPCCയുടെ പുതിയ നേതൃത്വം അധികാരമേറ്റ ഉടൻ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാരണം നീണ്ടുപോയ പുനഃസംഘടന ഓഗസ്റ്റ് ആദ്യവാരം പൂർത്തിയാക്കുമെന്ന് ധാരണയായിരുന്നു. ഇതിനായി നേതൃത്വം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയെങ്കിലും സമർപ്പിച്ച ജംബോ പട്ടിക ഹൈക്കമാൻഡ് തള്ളി. സംസ്ഥാനത്ത് സമവായമുണ്ടാക്കി പുതിയ പട്ടിക സമർപ്പിക്കുവാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചുവെങ്കിലും ആ ചർച്ചകൾ അനന്തമായി നീളുകയാണെന്ന് പാർട്ടിയിൽ പരാതിയുയരുന്നു. അമേരിക്ക അടിച്ചേൽപ്പിച്ച തീരുവ ഭാരം കിതച്ച വിപണിയും. അമേരിക്ക അടിച്ചേൽപ്പിച്ച നികുതി ഭാരം പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ വ്യാപാര ദിനം ഓഹരി വിപണികൾ നഷ്ടത്തിൽ. കയറ്റുമതി അധിഷ്ഠിതമായ കമ്പനികൾ ഒക്കെ നഷ്ടത്തിലാണ്. ബാങ്കിംഗ്, IT മേഖലകളും തിരിച്ചടി നേരിട്ടു. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ തന്നെ നിക്ഷേപകരുടെ ആശങ്ക പ്രകടമായി. ഒരു ഘട്ടത്തിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചികയായ സെൻസെക്സ് 600 പോയിന്റിലേറെ ഇടിഞ്ഞു. ടെക്സ്റ്റൈൽസ്, സീഫുഡ് തുടങ്ങി പിന്നെ അമേരിക്കൻ പലിശ ഭാരം നേരിട്ട് ബാധിക്കുവാനിടയുള്ള സെക്ടറുകളെല്ലാം നഷ്ടത്തോടെയാണ് വ്യാപാരം തുടരുന്നത്. വർഷങ്ങളായി ജനങ്ങൾക്കുള്ള ആശങ്കകൾക്ക് പരിഹാരമായി. ഭൂപതിവ് നിയമത്തിലെ ചട്ടങ്ങൾ മലയോര ജനതയ്ക്കുള്ള ഓണസമ്മാനം, മന്ത്രി റോഷി അഗസ്റ്റിൻ. ഭൂപതിവ് നിയമത്തിലെ ചട്ടങ്ങൾ ഇടുക്കിയിലെ ജനങ്ങളടക്കം മലയോര ജനതയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധത്തിലുള്ള ആശങ്കകൾക്കും ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ അറുതിയാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിലെ ജനങ്ങളുടെ ആശങ്കകൾ അനുഭാവപൂർവ്വം കേട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടും റവന്യൂ മന്ത്രി K രാജനോടും ഇടുക്കിയിലെ ജനങ്ങൾ എക്കാലവും നന്ദിയുള്ളവരായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബംഗളൂരു മലയാളികളുടെ ഓണപ്പാട്ട് തകതയ്ക്ക് രാജ്യാന്തര പുരസ്കാരം. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 11 ദ ബാൻഡ് എന്ന സംഗീത സംഘം പുറത്തിറക്കിയ ഓണപ്പാട്ടിന് അഭിമാനകരമായ രാജ്യാന്തര പുരസ്കാരം. റോക്ക് ശൈലിയിൽ കേരളത്തിന്റെ ഓണത്തെയും ഗ്രാമീണ ഭംഗിയെയും മനോഹരമായി ആവിഷ്കരിച്ച തകതൈ എന്ന ഗാനത്തിനാണ് ലോസ് ഏഞ്ചൽസ് ആസ്ഥാനമായുള്ള ഇന്റർ കോണ്ടിനെന്റൽ മ്യൂസിക് അവാർഡ് ലഭിച്ചത്. ഏകദേശം 70 രാജ്യങ്ങളിൽ നിന്നായി 2500-ൽ അധികം ഗാനങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ ഏഷ്യൻ റോക്ക് വിഭാഗത്തിലെ ഏറ്റവും മികച്ച ഗാനമായി തകതൈ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഫൈനൽ റൌണ്ടിൽ ചൈന, തായ്ലൻഡ്, റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗാനങ്ങളെ പിന്തള്ളിയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ബംഗളൂരുവിലെ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതാനും മലയാളികളാണ് 11 ദ ബാൻഡ് എന്ന സംഗീത സംഘത്തിന് രൂപം നൽകിയത്. കഴിഞ്ഞ ഓണക്കാലത്താണ് ഈ ഗാനം പുറത്തിറക്കിയത്. പ്രശസ്ത ഗായിക മൃദുല വാര്യരുടെ സഹോദരനും ഗായകനുമായ ജയ്ദീപ് വാര്യരാണ് ഈ ബാൻഡിന്റെ പ്രധാന ഗായകനും അമരക്കാരനും. VK റോഷനാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയത്. കേരള മുഖ്യമന്ത്രിയാകാനില്ല, സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെന്ന് ശശി തരൂർ. മുഖ്യമന്ത്രിയാകാനില്ലെന്ന് ഡോക്ടർ ശശി തരൂർ MP. സ്ഥാനമാനങ്ങൾ താൻ ആഗ്രഹിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം. എക്കണോമിക് ടൈംസ് സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തെ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമാക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തയ്യാറെന്നും ശശി തരൂർ പറഞ്ഞു. കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ ഏറ്റവും അധികം ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് തന്നെയാണെന്ന സർവേ ഫലം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്നും പോലും ശശി തരൂരിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തരൂർ ഇപ്പോൾ നിലപാടിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുവാൻ താൽപര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരു സ്ഥാനവും താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നായിരുന്നു തരൂരിന്റെ മറുപടി. മാത്യു തോമസും ദേവിക സഞ്ജയും ഒരുമിക്കുന്ന സുഖമാണോ സുഖമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. മാത്യു തോമസും ദേവിക സഞ്ജയും ആദ്യമായി സ്ക്രീനിൽ ഒരുമിക്കുന്ന ചിത്രം സുഖമാണോ സുഖമാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായി. സുരേഷ് ഗോപിയുടെയും മഞ്ജു വാര്യരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. അരുൺ ലാൽ രാമചന്ദ്രനാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ലൂസിഫർ സർക്കസിന്റെ ബാനറിൽ ഗൌരവ് ചനായ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസർ ഗരിമ വോഹ്രയാണ്. ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ചിത്രം
കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജഗദീഷ്, സ്പടികം ജോർജ്, കുടച്ചനാട് കനകം, നോബി മാർക്കോസ്, അഖിൽ കവലയൂർ, മണിക്കുട്ടൻ, ജിബിൻ ഗോപിനാഥ്, അബിൻ ബിനോ, തബ റീബ, ഗായത്രി മയൂര, സന്ധ്യ മനോജ് തുടങ്ങിയവരാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാലക്കാട് MLA ഇവിടെ ഇല്ലാത്തത് ആശ്വാസം. അങ്ങനെയുള്ളൊരു വേതാളം ഇവിടെ വേണ്ട. NN കൃഷ്ണദാസ്. ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. പാലക്കാട് MLA സ്ഥലത്തില്ലാത്തത് ആശ്വാസമാണെന്നും അങ്ങനെയുള്ള വേതാളം ഇവിടെ വേണ്ട എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവേദിയിൽ വരാൻ അർഹനല്ലെന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും NN കൃഷ്ണദാസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലൈംഗിക പീഡന ആരോപണം നേരിട്ടതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടണമെന്നും NN കൃഷ്ണദാസ് വ്യക്തമാക്കി. രാഹുലിനെ ജനങ്ങൾക്ക് മേൽ കെട്ടിവച്ചതിന് കോൺഗ്രസ് മാപ്പ് പറയണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ പൊതുവേദിയിൽ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിനെ പാലക്കാട് എത്തിച്ചത് ഷാഫി പറമ്പിലാണെന്നും ഷാഫിയെ ആരും തടഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. താരിഫ് ഇഫക്ട്, സ്വർണ്ണവില കുതിച്ചുയർന്നു. ചിങ്ങത്തിലെ വിവാഹ പാർട്ടികളെയും ഓണക്കാലത്ത് പൊന്നു വാങ്ങാനിരിക്കുന്നവരെയും നിരാശപ്പെടുത്തി സ്വർണ്ണവില കുതിച്ചുയർന്നു. ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിലാണ് സ്വർണ്ണവില കുതിച്ചുയർന്നതെന്നാണ് വിവരം. ഇന്ന് 1 പവൻ സ്വർണത്തിന് 120 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 15 രൂപയും കൂടി. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 9405 രൂപയായി. പവന് 75,240 രൂപ എന്ന നിരക്കിലാണ് ഇന്നത്തെ സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത്. ട്രംപിന്റെ തീരുവ പ്രാബല്യത്തിൽ വരുന്ന പശ്ചാത്തലത്തിൽ ഓഹരി വിപണിയും തിരിച്ചടി നേരിടുന്നുണ്ട്. നഷ്ടത്തോടെയാണ് ഇന്നത്തെ വ്യാപാരം ആരംഭിച്ചത്. ഇന്ന് രാജ്യാന്തര സ്വർണ്ണ വിലയിലും ഉയർച്ചയുണ്ടായിട്ടുണ്ട്. സ്വർണ്ണവില ഔൺസിന് 3,391.5 ഡോളറിൽ എത്തി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.